ആദിവാസി നഗറുകളെ ബന്ധപ്പെടുത്തി സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങി കെഎസ്ആർടിസി. എറണാകുളം കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുംകണ്ടം നഗറിനെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങിൻചുവട് ആദിവാസി നഗറിനെയും ബന്ധപ്പെടുത്തിയാണ് കെഎസ്ആർടിസി ബസ് സർവീസ് ആരംഭിക്കുന്നത്. ഇതിനു മുന്നോടിയായി കെഎസ്ആർടിസി ട്രയൽ റൺ നടത്തി. താളുംകണ്ടം പൊങ്ങിൻചുവട് നിവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇരു നഗറുകളെയും ബന്ധിപ്പിച്ച് സർവീസ് നടത്താൻ കെഎസ്ആർടിസി തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിനു മുന്നോടിയായി ഈ റൂട്ടിൽ ട്രയൽ റൺ നടത്തി. കോതമംഗലം എം.എൽ.എ. ആന്റണി ജോണിൻ്റെയും പെരുമ്പാവൂർ എം.എൽ.എ. എൽദോസ് കുന്നപ്പള്ളിയുടെയും നേതൃത്വത്തിലായിരുന്നു കെഎസ്ആർടിസി ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ കെഎസ്ആർടിസി ബസ്സിൽ യാത്ര ചെയ്ത് പ്രദേശങ്ങൾ സന്ദർശിച്ച് സർവീസിന്റെ സാധ്യതകൾ വിലയിരുത്തിയത്. തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് എം.എൽ.എമാർ അറിയിച്ചു. കോതമംഗലം, പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ 2 ആദിവാസി നഗറുകളിലേക്കുള്ള കെഎസ്ആർടിസിയുടെ സർവീസാണ് ഇപ്പോൾ അതിൻ്റെ ട്രയൽ. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇടവലയാറിൽ എത്തിയിട്ടുള്ളത്. ഒട്ടേറെ കാലങ്ങളായി, വർഷങ്ങളായി ഈ 2 ആദിവാസി നഗറുകളിലെയും ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ഈ മേഖലയിലേക്ക് ഒരു കെഎസ്ആർടിസിയുടെ സർവീസ് എന്നുള്ളത്. കഴിഞ്ഞ ഏതാണ്ട് 8 വർഷക്കാലമായി എം.എൽ.എമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ 2 പേരും നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുകയുണ്ടായി. ഏതായാലും അല്പം വൈകിയെങ്കിൽ കൂടിയും ഇപ്പോൾ ആ ഒരു ആവശ്യം അംഗീകരിക്കപ്പെടുകയും ഞങ്ങൾ നടത്തിയ ആ ഒരു ശ്രമത്തിന് അത് ഫലം കണ്ടു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഒരു സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ലാഭകരമല്ലെങ്കിലും കെഎസ്ആർടിസി ബസ് വിടണമെന്ന് താല്പര്യം കാണിക്കുകയും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കെഎസ്ആർടിസി ബസ് സർവീസ് ആരംഭിക്കുന്നത് തങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് തുല്യമാണെന്നായിരുന്നു പ്രദേശവാസിയായ സുരേഷിന്റെ പ്രതികരണം. ഈ ബസ് വന്നത് ഞങ്ങൾക്ക് ഈ പൊങ്ങൻചൂടിൻ്റെയും താളംകണ്ടം കോളനിയുടെയും ഏകദേശം ഞങ്ങളുടെ ഒരു ജീവൻ ഞങ്ങളെ നിലനിർത്തി എന്ന് വേണം ഞങ്ങൾക്ക് പറയാൻ. പൊങ്ങിൻചുവട് ആദിവാസി നഗറിൽ നിന്നും രാവിലെ 6 മണിക്ക് പുറപ്പെട്ട് 8:15 കോതമംഗലത്തെത്തുകയും 9:50 കാക്കനാട് കളക്ട്രേറ്റ് വഴി 10:15 എറണാകുളത്തെത്തുന്ന വിധത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 5:10 കോതമംഗലം കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് ഇടമലയാർ വഴി സഞ്ചരിക്കുന്ന ബസ് 7 മണിക്ക് പൊങ്ങിൻചുവട് ആദിവാസി കേന്ദ്രത്തിൽ സർവീസ് അവസാനിപ്പിക്കുകയും ചെയ്യും. 1971 ഇടമലയാർ ഡാം പണിയുന്ന കാലഘട്ടത്തിൽ കാച്ച്മെൻറ്റ് ഏരിയയിൽ താമസിച്ചിരുന്ന 200ഓളം കുടുംബങ്ങളെയാണ് 12 കിലോമീറ്റർ അകലെയുള്ള പൊങ്ങിൻചുവട്, താളുംകണ്ടം എന്നീ സ്ഥലങ്ങളിലായി മാറ്റിപ്പാർപ്പിച്ചത്. ദുർഘടമായ കാട്ടുവഴികളിലൂടെയാണ് 5 പതിറ്റാണ്ടായി ഇവർ സഞ്ചരിച്ചിരുന്നത്. കാടും മലയും വെള്ളച്ചാട്ടങ്ങളും കാട്ടരുവികളും വൈശാലി ഗുഹയും ഉൾപ്പെടെ പ്രകൃതി രമണീയതയും ഓഫ് റോഡ് ട്രിപ്പും ആസ്വദിച്ചുള്ള മലയാളികളുടെ സ്വന്തം ആനവണ്ടി യാത്ര വൻ വിജയമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കൈരളി ന്യൂസ്, കൊച്ചി.